ഹായ്, നമസ്കാരം. അപ്പം നമുക്ക് കാറ്റത്തെ കിളിക്കൂട് എന്ന സീരിയലിലെ നിധിയുടെയും സുധീഷിൻ്റെയും ഇന്നത്തെ കഥ കേൾക്കാം. അങ്ങനെ നമ്മുടെ സുനന്ദയ്ക്ക് ഒരു കല്യാണ ആലോചനയായിട്ട് സുനന്ദയുടെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നു. അപ്പോൾ നമ്മുടെ സുനന്ദയ്ക്ക് സുഭാഷ് ചേട്ടനെയാണല്ലോ കൂടുതൽ ഇഷ്ടം. അങ്ങനെ സുനന്ദ വിവാഹത്തിന് താല്പര്യമില്ലാതെ നിൽക്കുകയാണ്. അങ്ങനെ ഈ പെണ്ണ് കാണാൻ വരുന്ന വിവരം പറയാനായിട്ട് ഓടി സുഭാഷിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അങ്ങനെ സുനന്ദയെ കാണാനില്ലാതെ സുനന്ദയുടെ അച്ഛനും അമ്മയും കൂടി നേരെ സുഭാഷിൻ്റെ വീട്ടിൽ വരുന്നുണ്ട്. അങ്ങനെ സുഭാഷിൻ്റെ സുനന്ദയും കൂടി ഒരുമിച്ച് കാണുകയും അങ്ങനെ അവിടുന്ന് സുനന്ദയെ പിടിച്ചു കൊണ്ടുപോയിട്ട് സുനന്ദയുടെ അച്ഛൻ സുഭാഷിനെ നല്ലോണം തല്ലുന്നുണ്ട്. അങ്ങനെ നിധി അവരോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മകളാണ് ഇങ്ങോട്ട് കയറി വന്നത്, സുഭാഷ് ചേട്ടൻ അല്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ചേട്ടനെ നല്ലോണം സുനന്ദയുടെ അച്ഛൻ തല്ലി. അതിനുശേഷം നമ്മുടെ വിഷമം സഹിക്കാൻ വയ്യാതെ നമ്മുടെ നിധി സുധീഷിനെ വിളിച്ച് വിവരം പറയുന്നുണ്ട്. സുധീഷ് കേട്ട പാതി നമ്മുടെ ഹരീഷിനെ വിളിച്ച് വിവരം പറഞ്ഞ് ഹരീഷും സുധീഷും കൂടി നേരെ സുഭാഷിനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ സുനന്ദയുടെ വീട്ടിൽ വന്നിട്ട് ചോദ്യം ചെയ്യുകയാണ്. എൻ്റെ ചേട്ടനെ നിങ്ങൾ അതിനെ അടിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ തിരിച്ചടിക്കാൻ സുഭാഷിനോട് പറഞ്ഞെങ്കിലും സുഭാഷ് അത് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മുടെ ഹരീഷ് നമ്മുടെ സുനന്ദയുടെ അച്ഛനെ അടിക്കുകയാണ്. അതിനുശേഷം ഇവർ സുനന്ദയുടെ അച്ഛനും അമ്മയും കൂടി ലളിതയും സുനന്ദയുടെ അച്ഛനും കൂടി നമ്മുടെ സുഭാഷിനെതിരെ പരാതി കൊടുക്കുകയാണ്. അവരുടെ മകളോട് മോശമായി പെരുമാറിയെന്നും വീട് കയറി തല്ലിയെന്നും പറഞ്ഞ് അവർ പരാതി കൊടുക്കുന്നുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സുഭാഷിനെയും ഉൾപ്പെടെ 3 അനിയന്മാരെയും നമ്മുടെ പോലീസ് വീട്ടിൽ വന്ന് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവരെ രക്ഷിക്കാനായിട്ട് നമ്മുടെ നിധി പോലീസ് സ്റ്റേഷനിലോട്ട് വരുന്നത് തൊട്ടാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ നിധി പോലീസ് സ്റ്റേഷനിലോട്ട് വന്ന് അപ്പം പോലീസുകാർ കയറി വരും. അപ്പോൾ ചോദിക്കും, സാർ എന്താ അത് സാറ് വീട്ടിൽ വന്ന് ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയില്ലേ? അപ്പോൾ അവിടെ ഞാനും ഉണ്ടായിരുന്നു. ചോദിക്കും, നിങ്ങളാരാ? എന്തെങ്കിലും പരാതി കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് കൊടുത്താൽ മതിയെന്ന് പറയും. ഇപ്പോൾ പറയും, ഞാൻ ഇവരെ സാറ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ഞാനും ഇവിടെ വീട്ടിലുണ്ടായിരുന്നു പറയും. നിങ്ങളാരാ? അത് അപ്പം നിധിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, ഞാൻ സുധീഷിൻ്റെ വൈഫാണ്. അപ്പോൾ നമ്മൾ നിധി പറയുന്നുണ്ട്, ഞാൻ സുധീഷിൻ്റെ വൈഫാണെന്ന് പറയും. ഓ, അപ്പം നമ്മുടെ സുധീഷ് പറയും, ആരാ സുധീഷ്? ഞാനാ സാറേ എന്ന് പറയും. അത് സാറേ സുഭാഷ് ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടനാണ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല, സുനന്ദയാണ് വീട്ടിലോട്ട് കയറി വന്നത്. അപ്പം സുഭാഷ് ചേട്ടനെ സുനന്ദയുടെ അച്ഛൻ ആദ്യം അടിച്ചത് എന്നൊക്കെ പറയും. അപ്പോൾ ചോദിക്കും, ഒരു പെൺകുട്ടിക്കെതിരെ പെൺകുട്ടിയുടെ അച്ഛൻ വെറുതെ പരാതി കൊടുക്കുമോ? ചോദിക്കും, അത് കള്ളപ്പരാതിയാണ്, സുനന്ദയ്ക്ക് സുഭാഷ് ചേട്ടന് ഇഷ്ടമാണ്. അപ്പം അവൾക്ക് വേറെ കല്യാണാലോചന വന്നപ്പം അതവൾക്ക് ഇഷ്ടമല്ല, അത് പറയാൻ വേണ്ടി സുഭാഷ് ചേട്ടൻ്റെ വീട്ടിലോട്ട് വന്നത്. ആ സമയത്ത് ഞാനവിടെ ഉണ്ടായിരുന്നു. സുഭാഷ് ചേട്ടൻ ഒരിക്കലും അവളോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല സാറേ, ഞാൻ സത്യമാണ് പറയുന്നത്, ഞാൻ കള്ളം പറയില്ല സാറെന്ന് പറയും. അത് ചോദിക്കും, നിങ്ങളെ കണ്ടിട്ട് കുറച്ച് വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു കുട്ടിയാണെന്ന് തോന്നുന്നല്ലോ, ഒരു പെൺകുട്ടിക്കെതിരെ ഇങ്ങനെ പരാതി വന്നിട്ട് നിങ്ങൾ പെൺകുട്ടിയുടെ കൂടെ വേണ്ടി നിൽക്കാനെന്ന് പറയും. അത് സാറേ, അതൊരു കള്ളപ്പരാതി ആയതുകൊണ്ടാണ് ഞാൻ സുഭാഷ് ചേട്ടൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് പറയും. സാറേ ഞാൻ കള്ളം പറയുക, ഞാൻ സത്യമായ കാര്യമോ പറയുന്നതെന്ന് പറയും. സാറിന് എന്നെക്കുറിച്ച് എവിടെ വേണമെങ്കിലും അന്വേഷിക്കാം, എൻ്റെ പേര് നിധി എന്നാണ്, എൻ്റെ അച്ഛൻ രാജീവ് ശങ്കർ ഒരു വ്യവസായിയാണ്, ഞാൻ ആർക്കിടെക്റ്റ് കഴിഞ്ഞൊരു കുട്ടിയാണ്, ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ നമ്മുടെ നിധി പോലീസുകാരുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കും, ഇതൊരു കള്ളപ്പരാതി വേണ്ടി മാത്രമാണ് സാറേ ഞാൻ സുഭാഷ് ചേട്ടൻ്റെ കൂടെ നിൽക്കുന്നത്, ഇതൊരു ഈ കുട്ടിയോട് മോശമായി പെരുമാറുന്നത് മാത്രമല്ല ഇവന്മാർക്കെതിരെയുള്ള പരാതി, വീട് കയറി ആക്രമിച്ചൊന്നും പറഞ്ഞു തരേ സാർ. അത് ആദ്യം സുനന്ദയുടെ അച്ഛനെ വീട്ടിൽ വന്ന് സുഭാഷ് ചേട്ടനെ തല്ലിയത്, ആ സമയത്ത് ഞാൻ സാക്ഷിയായിരുന്നു. അതിനുശേഷമാണ് ചേട്ടനെ തല്ലിയത് ചോദിക്കാനായിട്ട് ഹരീഷും സുധീഷും കൂടി അവിടെ പോയെന്ന് പറയും. എന്താണെങ്കിലും വീട് കയറി ആക്രമിച്ചെന്നുള്ള പരാതിയാണ് സാർ, അവരുടെ കംപ്ലയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സാർ ഇവരെ കസ്റ്റഡിയിൽ എടുത്തേക്കുന്നത് സാർ. ആ പരാതി പറയില്ല, പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ അടുത്ത് അന്വേഷിച്ചിട്ടില്ലെന്ന് പറയും, അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയും. സാറേ പ്ലീസ്, സാർ ആ പെൺകുട്ടിയുടെ അടുത്ത് ചോദിക്കുന്നത് ഒരു കള്ളപ്പരാതിയാണ് എന്ന് പറയും. അപ്പം പറയും, ഞാൻ അവളുടെ ഫോൺ നമ്പർ ഞാൻ എൻ്റെ കയ്യിൽ വാങ്ങിച്ചു വെച്ചുകൊണ്ട് ഞാൻ അവളെ വീഡിയോ കോൾ ചെയ്യാം, സാറ് സംസാരിച്ച് നോക്കാൻ പറയും. എങ്കിൽ ശരിയെന്ന് പറയും. അങ്ങനെ നമ്മുടെ നിധി അവിടെ നിന്നുകൊണ്ട് നമ്മുടെ സുനന്ദയെ ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പം സുനന്ദയ്ക്ക് പുറത്തിറങ്ങി വരാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മുടെ നിധി ഫോൺ ചെയ്യുമ്പോൾ സുനന്ദ ഫോൺ എടുക്കും. ഹലോ സുനന്ദ, ഞാനിപ്പോൾ സ്റ്റേഷനിൽ നിൽക്കുകയാണ്, സുഭാഷ് ചേട്ടനും അവർ അനിയന്മാരും 3 പേര് സ്റ്റേഷനില്ല, നിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിരിക്കുന്നത്, നീ സത്യം പറഞ്ഞെങ്കിൽ മാത്രമേ അവരെ പോലീസ് റിലീസ് ചെയ്യത്തുള്ളൂ എന്ന് പറയും, സ്റ്റേഷനിൽ നിന്ന് റിലീസ് ചെയ്യത്തുള്ളൂ. അത് ഇത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കും, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ശരി, ഞാൻ ഞാൻ നിന്നെ വീഡിയോ കോളിൽ വിളിക്കുമ്പോൾ സാറിൻ്റെ അടുത്ത് നീ സത്യം പറയണമെന്ന് പറയും. ഞാൻ പറയാം, അല്ലെങ്കിൽ നീ സത്യം പറഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് സ്റ്റേഷനിൽ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. ഞാൻ പറയാം നിധി എന്ന് പറയും. അങ്ങനെ നമ്മുടെ നിധി
പറയും സാറേ അവൾ പറയുമെന്ന് പറഞ്ഞാൽ അവിടെ പോലീസുകാരുടെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് വീഡിയോ കോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ആ സമയത്ത് നമ്മുടെ ലളിത അങ്ങോട്ട് വരികയാണ്. ആരാടി ഫോണിൽ അത് എന്ന് പറഞ്ഞാൽ ഓ ഇവളായിരുന്നോ, ഇവളാണ് നിന്നെ ഇത്രയും വഴിതെറ്റിക്കുന്നത്, അവളോ ചാടി ഇറങ്ങി വന്നിട്ട് നിന്നെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയ ഇവളിതെല്ലാം കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലളിത ഫോൺ തട്ടിപ്പറിച്ച് പിടിക്കും. എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇതിനാണ് വല്ല കാര്യമുണ്ട്, എന്താ അവിടെ നടന്നതെന്നുള്ളത് അമ്മയടുത്ത് ഞാൻ പറഞ്ഞതില്ലേ, ഞാനില്ലേ അങ്ങോട്ട് പോയത്, പിന്നെ എന്തിനാ അമ്മ സുഭാഷ് ഏട്ടനും ഹരീഷിനും നിതീഷിനും സുധീഷിനും എതിരെ പരാതി കൊടുത്തേന്ന് നോക്കി, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം, നീ മര്യാദയ്ക്ക് അവിടെ ഇരുന്നോണം, നീ ഞങ്ങളെ നാണം കെടുത്താൻ ഇരിക്കുകയാണോടി, നിൻ്റെ അച്ഛൻ ഇത്രയും നാളും കിടന്ന് കഷ്ടപ്പെട്ട് നിന്നെ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ വേണ്ടി, അപ്പം നീ നിനക്ക് ആ സുഭാഷിനെ കല്യാണം കഴിക്കണം ഇല്ലേടി, മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ കേട്ടോണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുനന്ദയെ പിടിച്ച് തള്ളിക്കൊണ്ട് ആ മുറിയും പൂട്ടി ഫോൺ കൊടുത്തോണ്ട് നമ്മുടെ ലളിത എങ്ങ് പുറത്തോട്ട് പോകും. നമ്മുടെ നിധി അവിടെ നിന്നോട്ട് വീഡിയോ കോളിൽ വിളിക്കുമ്പോൾ ഫോൺ എടുക്കത്തില്ല. അപ്പോൾ ചോദിക്കും ഫോൺ എടുക്കുന്നില്ലല്ലോ, അത് സാറേ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ അവളുടെ അമ്മ തട്ടിപ്പറിച്ച് വാങ്ങിച്ച് കാണും, അല്ലെങ്കിൽ അവൾ ഫോൺ എടുക്കാതിരിക്കത്തില്ല, എൻ്റെ അടുത്ത് പറഞ്ഞാന്ന് പറയും. സാർ പ്ലീസ് ഞാൻ പറഞ്ഞ സാറ് കേൾക്കണം, സാറ് പരാതിയുടെ അടിസ്ഥാനത്തിൽ സാർ ആ കുട്ടിയെടുത്ത് പോയെന്ന് വിവരം അന്വേഷിക്കണം, ഞാനും കൂടി വരാമെന്ന് പറയും. അപ്പോൾ പറയും പ്ലീസ് സാർ എന്ന് പറയും. അപ്പം നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സുഭാഷിനെ അങ്ങ് വിഷമോ, സുഭാഷ് പറയും വേണ്ട മോളെ നീ ഇവിടെ നിൽക്കേണ്ട, നീ അങ്ങ് പൊയ്ക്കോ എന്ന് പറയും. ഇല്ല സുഭാഷ് ചേട്ടാ ഞാൻ നിങ്ങളെ രക്ഷിച്ചുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോത്തോളാം എന്ന് പറയും. അങ്ങനെ നമ്മുടെ നിധി നമ്മുടെ SIയെയും പിടിച്ചുകൊണ്ട് നേരെ സുനന്ദയുടെ വീട്ടിലോട്ട് വരികയാണ്. അങ്ങനെ സുനന്ദയുടെ വീട്ടിലോട്ട് വന്നപ്പം അപ്പോൾ സുനന്ദയുടെ അമ്മ ഇറങ്ങി വരും, അപ്പം അച്ഛനും വരും. എന്താ സാറേ എന്താ കാര്യം, അത് ഞങ്ങൾക്ക് ഈ പരാതി പറഞ്ഞിരിക്കുന്ന പെൺകുട്ടിയോട് സംസാരിക്കണമെന്ന് പറയും, ആ കുട്ടിയുടെ മൊഴി എടുക്കണമെന്ന് പറയും. അത് സാറേ അത് ഇന്ന് അവളെ പെണ്ണ് കാണാൻ ആൾ വരുമോ, ഇപ്പോഴത്തെ കണ്ടീഷനിൽ അവൾ വളരെ വിഷമിച്ചിരിക്കുക, അതുകൊണ്ട് ഇപ്പം അത് പറ്റത്തില്ല, അത് പറഞ്ഞാൽ പറ്റത്തില്ല, കുട്ടിയെ ഇങ്ങോട്ട് വിളിക്കുവാണെങ്കിൽ ഞങ്ങൾ സംസാരിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിനകത്ത് കയറി പോലീസ് മുറയെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന് പറയും. അപ്പോൾ ലളിത പറയും സാറേ ഇന്ന് അവളുടെ പെണ്ണ് കാണാനായിട്ട് അവളെ ആൾ വരുമോ, പിന്നെ ഇവൻ അവളോട് മോശമായിട്ട് പെരുമാറിയത് കൊണ്ട് അവൾ ഭയങ്കരമായിട്ട് തകർന്നിരിക്കുക, അതിന് ഞങ്ങൾ കുട്ടിയോടൊന്നും ഒന്നും ചോദിക്കത്തില്ലല്ലോ, ഈ സംഭവം സത്യമാണെന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ, നിങ്ങളത് അനുവദിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോലീസ് മുറ ഉപയോഗിക്കേണ്ടി വരുമെന്ന് പറയും. വേണ്ട സാറേ ഞാൻ വിളിക്കാമെന്ന് പറയും. അങ്ങനെ അകത്തോട് ചെന്നിട്ട് നമ്മുടെ ലളിത സുനന്ദയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, പോലീസ് വന്നിട്ടുണ്ട്, ആ നിധി എന്ന് പറഞ്ഞവൾ കൂട്ടിക്കൊണ്ട് വന്നതാണ്, അതുകൊണ്ട് നീ അവിടെ ചെന്നിട്ട് ഞാൻ പറയുന്ന പോലെ പറയാവൂ, അതല്ലെന്നുണ്ടെങ്കിൽ പോലീസുകാരൊക്കെ കുറച്ച് കഴിയുമ്പോൾ പോവും, പിന്നെ നീ ഞങ്ങളെ ജീവനോടെ കാണത്തില്ലെന്ന് പറയും. പറഞ്ഞ് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എന്തുവായിരുന്നു ലളിത അങ്ങ് പോകും. അങ്ങനെ സുനന്ദയും വിളിച്ചുകൊണ്ട് ലളിത പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് SI ഇങ്ങനെ നോക്കുമ്പോൾ സുനന്ദ കരഞ്ഞ് കണ്ണൊക്കെ നിറഞ്ഞിരിക്കുവാണ്. അപ്പോൾ ചോദിക്കും കുട്ടി ഈ പരാതി പറഞ്ഞിരിക്കുന്ന സുഭാഷ് കുട്ടിയോട് മോശമായിട്ട് എന്തെങ്കിലും പെരുമാറിയെന്ന് ചോദിക്കും. അപ്പോൾ സുനന്ദ ഒന്നും മിണ്ടത്തില്ല. അപ്പോൾ ലളിത ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുക. അപ്പം സുനന്ദ പറയും, അപ്പം നമ്മുടെ നിധി പറയും സുനന്ദേ നീ സത്യം പറയണം, നിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സുഭാഷ് ഏട്ടനെ സ്റ്റേഷനിൽ നിന്ന് വിടത്തുള്ളൂ, സുഭാഷ് ഏട്ടൻ മാത്രമല്ല അവർ 3 പേരും ജയിലില്ല, നികേഷ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാന്നൊക്കെ പറയും. അപ്പോൾ പറയും ഈ സത്യം പറത്തുള്ളൂ എന്തേ എന്ന് പറയും. സാറേ ഇവിടെ ഇതിനെല്ലാം കാരണം ഇപ്പം നമ്മൾ ലളിത പറയും, ഇവിടുന്ന് ഇറങ്ങി ചാടി വന്ന് അവിടെ കയറിയെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മോളെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് സാറേ ശ്രമിക്കുന്നത്, നിങ്ങളെ കൊണ്ടാതിരി ഞാനാ കുട്ടിയോട് സംസാരിക്കട്ടെ എന്ന് പറയും. അപ്പം പറയൂ സുനന്ദേ ഈ പരാതിയിൽ പറഞ്ഞ സുഭാഷ് കുട്ടിയോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ നിധി പിന്നെയും പറയും സുനന്ദേ നീ സത്യം പറയണം, നീ അവിടെ വന്ന സമയത്ത് എന്താ നടന്നതെന്ന് എനിക്കറിയാം, ഞാൻ സാക്ഷിയാണ്, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, നീയാണ് സുഭാഷ് ഏട്ടനെ കെട്ടിപ്പിടിച്ച് സംസാരിച്ചുകൊണ്ട് നിന്നത്, നിനക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമില്ലേ, സാറേ ഇവരെ ആലോചിക്കുന്ന കല്യാണം അവർക്ക് ഇഷ്ടമല്ല, അവർക്ക് സുഭാഷ് ഏട്ടനെ ഇഷ്ടം, അതിൻ്റെ പേരിൽ ഇവർ കള്ളപ്പരാതി കൊടുത്തതെന്ന് പറയും. അപ്പോൾ പറയൂ സുനന്ദേ എന്ന് പറയും. അങ്ങനെ നമ്മുടെ സുനന്ദ പറയും സത്യം സാറേ പറയുന്നത്, സുഭാഷ് ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, സുഭാഷ് ഏട്ടനെ കാണാൻ ഞാനേ അങ്ങോട്ട് പോയത്, അതിൻ്റെ പേര് ഇവർ സുഭാഷ് ഏട്ടനെ ഒരുപാട് തല്ലി, ഇവർ സുഭാഷ് ഏട്ടനും അനിയന്മാർക്കും എതിരെ കള്ളപ്പരാതിയാണ് കൊടുത്തേക്കുന്നതെന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി നിൽക്കുന്ന ഇടത്ത് ഇന്നത്തെ കഥ അവസാനിക്കുകയാണ്. ബാക്കി ഭാഗവുമായി നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവരും കഥ കേൾക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ശുഭദിനം നേരുന്നു. നന്ദി.